ബോർഡിൽ അവിടെ നരകത്തില്. അപ്പോഴായിരിക്കും മനുഷ്യർക്കറിയാം നമ്മൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ ചുമ്മാതായി പോയി അല്ലേ. അള്ള കൊടുത്ത സർട്ടിഫിക്കറ്റുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൾ അസ്ഹാബുൽ കൗഫ്. എന്താ അവരുടെ പ്രത്യേകത? അവർ രാജാവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു. രാജാവ് പറഞ്ഞു അള്ളല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണം. മരിച്ചുപോയ മഹാന്മാരായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് അവിടുത്തെ രാജാവും അനുയായികളും പറഞ്ഞു. അപ്പോഴോ അവരോട് റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദുഅ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശത്തതാ. എന്താ ഇതിനർത്ഥം? നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തും ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദുഅ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശത്തതാ. ഖുർആനിലെ 18-ാം അധ്യായം സൂറത്ത് കഹ്ഫ് 13-14 സൂക്തങ്ങളാണ്. എന്താ ഇതിന് പറയുന്നത്? നാം നിനക്ക് സത്യസന്ധമായി കളവില്ലാതെ തെല്ലും തിന്മയില്ലാതെ എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കാതെ എന്തെങ്കിലും ഒന്ന് വെട്ടിച്ചുരുക്കാതെ അല്ലേ, അങ്ങനെയാണല്ലോ. ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഇല്ലാത്ത കറാമത്തുകൾ, ചെയ്യാത്ത കറാമത്തുകൾ, ആ കറാമത്തുകൾ പറഞ്ഞിട്ടാണ് അയാളുടെ പോലീസ് എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കുന്നത്. അതിന് കുറെ ഏജന്റുമാരുണ്ടാവും, അവർക്ക് കമ്മീഷനും കിട്ടും അല്ലേ. നിങ്ങൾ ആലോചിക്കണം, അത് പറയാൻ കുറെ കമ്മീഷനും കിട്ടും. അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യും? അതെങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ഇവിടെ അതല്ല. ഇവിടെ ഇവർ പറയുന്നത് എന്താണ്? ഈ രാജാവിന്റെ മുമ്പിൽ അവർ എഴുന്നേറ്റുന്നു. അള്ള പറയാണ് നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, സത്യസന്ധമായവരുടെ കഥ. അല്ലാതെ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് റസൂലുള്ള വരുമ്പോ ഇല്ലാത്ത കുറെ കഥകൾ ഉണ്ടായിരുന്നു അവർക്കിടയിൽ, ഇല്ലാത്ത കുറെ കറാമത്തുകൾ. അപ്പൊ അള്ള പറയാ ഉള്ളത് ഇതാണ്, ഉള്ള കാര്യം ഇതാണ്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ അള്ളാഹു പറഞ്ഞു കൊടുക്കുക നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. ഇന്നെങ്ങാനും ഒരു വേദഗ്രന്ഥം ഇറങ്ങുമായിരുന്നെങ്കിൽ പിന്നെ ഒരു ഉള്ളാളത്ത് നമ്മൾ പോവില്ല, ഒരു സിഎം അക്കാമിന് നമ്മൾ പോവില്ല, ഒരു ഏർവാടിയിലും നമ്മൾ പോവില്ല. കാരണം ഇന്നെങ്ങാനും ഒരു വേദഗ്രന്ഥം ഇറങ്ങുമായിരുന്നെങ്കിൽ അപ്പൊ അള്ള പറയായിരുന്നു നഹ്നു നഖുസ്സു അലൈക, ഇന്ന ഉള്ളാളത്തെ ഇന്ന സ്ഥലത്തെ കഥ ഞാൻ നിനക്ക് വിശദീകരിച്ചു തരാം. ഇനിയൊരു വേദഗ്രന്ഥം വരാനില്ല, ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിലുള്ളതെന്തോ ഹദീസിലുള്ളതെന്തോ പ്രവാചകൻ പഠിപ്പിച്ചതെന്തോ അത് സ്വീകരിക്കല്ല. നമ്മുടെ മുമ്പിൽ വേറെ മാനദണ്ഡങ്ങളില്ല. അപ്പൊ ഖുർആൻ പറയാണ് സൂറത്ത് കഹ്ഫിൽ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തും ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ, അചഞ്ചലമായി റബ്ബിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ, ഹൃദയത്തിൽ ഈമാൻ കൊടുത്ത് അള്ളാഹു പാദങ്ങൾ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തിയ ഒരു വിഭാഗത്തെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്താ അവർ പറഞ്ഞത്? റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ റബ്ബാണ്, രക്ഷിതാവാണ് ഞങ്ങളുടെ രക്ഷിതാവ്. മാത്രവുമല്ല ഞങ്ങൾ അവനെയല്ലാത്ത വേറൊരാളെ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെ വേറൊരാളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതിനേക്കാൾ വഴിവേറ്റൊരു ഏർപ്പാട് വേറെ എന്തുണ്ട് എന്ന് ചോദിച്ചവരാണ് ആര്? അസ്ഹാബുൽ കഹ്ഫ്, അഥവാ അള്ളാഹു പരിചയപ്പെടുത്ത ഔലിയാക്കൾ. അപ്പൊ ഈ ഔലിയാക്കളുടെ പ്രത്യേകത എന്താ? അള്ളാഹിനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അവരെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി. അവരുടെ പ്രത്യേകത എന്താ? ഞങ്ങൾ അള്ളാഹുവിനോടല്ലാതെ വേറൊരാളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചതാണ് അവരെ അള്ളാഹു വാഴ്ത്താനുള്ള കാരണം. അള്ളല്ലാത്തവരെ ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ ഖുറാബികളാകും എന്ന് പറഞ്ഞതല്ല. പിന്നെ ഞങ്ങൾ മുജാഹിദുകളാകും, ഞങ്ങൾ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല എന്ന് പറഞ്ഞതാണ് അവരെ അള്ളാഹു പ്രശംസിക്കാനുള്ള കാരണം. ഇത് ഖുർആൻ 18-ാം അധ്യായം 13-14 സൂക്തങ്ങളിലൂടെ വിശദീകരിക്കുന്നതാണ്. അപ്പൊ ഔലിയാക്കളുടെ പാത എന്താ? ഔലിയാക്കളിൽ അള്ള പ്രശംസിച്ചവരുടെ പാത എന്താ? അവരുടെ പാത അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന പാതയാണ്. ഇനി ഈ ഔലിയാക്കളെ കുറിച്ച് മാത്രം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ ഔലിയാക്കൾ അള്ള സർട്ടിഫിക്കറ്റ് നൽകിയ ഔലിയാക്കളാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ ഇവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകി. കാരണം എന്താ? ഒരാൾ ഔലിയാണെന്ന് സർട്ടിഫിക്കറ്റ് തരാൻ അള്ളാഹ്ക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ. കാരണം അയാളുടെ ഉള്ളും പുറവും അറിയുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. ഞാനിപ്പോ 1 ലക്ഷം രൂപ ദാനം ചെയ്തു, 1 ലക്ഷം രൂപ ഞാൻ ദാനം ചെയ്തു. അപ്പൊ നിങ്ങളൊക്കെ കണ്ടു, ഒരാൾ വന്നിട്ട് അത് ഫോട്ടോ എടുക്കും. അങ്ങനെ പത്രത്തിലൊക്കെ എന്റെ പടം വന്നു, എനിക്ക് വലിയ സന്തോഷമായി. നിങ്ങളുടെ കണ്ണിൽ ഞാൻ ആരാണ്? ധർമ്മിഷ്ഠനാണ്. 1 ലക്ഷം കൊടുത്ത ആളാണ്, പള്ളിയെ സഹായിച്ച ആളാണ്, 5 ലക്ഷം ദാനം ചെയ്ത ആളാണ്. ജനങ്ങളുടെ മനസ്സിലെ ആരാണ്? സ്വാത്വികനാണ്, ധർമ്മിഷ്ഠനാണ്, സദഖത്തുൻ ജാരിയക്ക് യോഗ്യനാണ്. പക്ഷെ അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ നാട്ടുകാർക്കിടയിൽ ഞാനൊരു ധർമ്മിഷ്ഠനാണ്, ഞാനൊരു സദഖക്കാരനാണ്
എന്ന് പറയലാണ് അയാളുടെ ഉദ്ദേശമെന്ന് എനിക്കോ നിങ്ങൾക്കോ കാണാൻ കഴിയോ? എനിക്കോ നിങ്ങൾക്കോ അറിയാൻ കഴിയോ? അറിയാൻ കഴിയില്ല. അവന്റെ ഹൃദയത്തിലുള്ളത് അറിയുന്ന ആരാണ്? പടച്ച തമ്പുരാനാണ്, അല്ലേ? ആ പടച്ച തമ്പുരാനെ ഒരാളെ പറ്റി പറയണം അയാൾ ഔലിയാണ്, അപ്പോഴേ അയാൾ ഔലിയം. നമ്മൾ ബോർഡ് എഴുതി വെച്ച അയാൾ ഔലിയാവൂല. അത് ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കാനേ പറ്റും. ഇത് വലിയുല്ലാഹി ഇന്ന ആളുകൾ എഴുതി വെച്ചാലല്ലേ പാവപ്പെട്ട ജനങ്ങളെ കീശയിലുള്ള പണം കിട്ടുള്ളൂ, അല്ലേ? അങ്ങനെ എഴുതി വെച്ചാലല്ലേ പൈസ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ അവരുടെ പേര് വലിയുല്ലാഹി എന്ന് കൊടുക്കണം. അത് ആര് കൊടുത്തതാ? ആ കമ്മിറ്റിക്കാർ തീരുമാനിച്ചതാ. അള്ളാഹ് തീരുമാനിച്ചാണോ? അല്ല. റസൂല് പറഞ്ഞതാണോ? അല്ല. ഇനി ഈ പറയുന്ന ആളുകളുണ്ടല്ലോ, ഈ കമ്മിറ്റിക്കാര് ഇയാളെ പറ്റി കണ്ടിട്ടുണ്ടോ? ഇയാളുടെ കൂടെ ജീവിച്ചിട്ടുണ്ടോ? ഇയാളുടെ ജീവിതം അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. CM വലിയുല്ലാഹി എന്ന് പറഞ്ഞിട്ട് ഒരു മക്കാമുണ്ട് കേരളത്തിൽ, മടവൂർ എന്ന് പറഞ്ഞു. മടവൂർ നിങ്ങളോ കേട്ടില്ലേ? രണ്ടു നിലക്കും മടവൂര് കേൾക്കാം. ഒന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവുണ്ട് എന്ന പേരിലും, മറ്റൊന്ന് സുന്നികളുടെ ഒരു ആരാധനാ കേന്ദ്രം, ഒരു ക്ഷേത്രമുണ്ട് എന്ന നിലക്കും അതിനെ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഈ രണ്ടർത്ഥത്തിൽ മക്കാം, CM മക്കാം അല്ലെങ്കിൽ മടവൂർ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ സ്ഥലം പ്രസിദ്ധമാണ്. എന്റെ നാടിന്റെ തൊട്ടടുത്ത് 2.5 റുപ്യ പോയിന്റ്. ഈ CM വലിയുല്ലാഹി എന്നാണ് ഇവർ പറയുന്നത്. ഇയാൾ വലിയല്ല എന്നത് ആ നാട്ടിൽ അയാളുടെ കൂടെ ജീവിച്ച് ഇന്നും മരിക്കാതിരിക്കുന്ന ആളുകൾക്കറിയാം. അയാളുടെ സമകാലികൻ. വിശുദ്ധ റമദാനിന്റെ പകലിൽ അയാൾ ഹോട്ടലിൽ പരസ്യമായിട്ട് ഭക്ഷണം കഴിക്കും. അയാൾ ഔലിയാണോ? വിശുദ്ധ റമദാനിന്റെ പകലിൽ ഹോട്ടലിൽ പരസ്യമായി അയാൾ ഭക്ഷണം കഴിക്കും, ബീഡി വലിക്കും. അയാൾ ഔലിയാവോ? നിങ്ങൾ ചിന്തിക്കും. ഒരാൾക്ക് നോമ്പ് വെക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കാം, അതുകൊണ്ട് അയാളെ ഇസ്ലാം സൃഷ്ടിക്കുന്നില്ല. ശർഈയായ കാരണങ്ങളാൽ, അല്ലെ? ശർഈയായ കാരണങ്ങളാൽ ഒരാൾ നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ അതിന്റെ പേരിലേക്ക് തന്നെ തെറ്റുണ്ടോ? പക്ഷെ ഒരു അദബുണ്ട്, മര്യാദ ഉണ്ട്. എന്താ? നോമ്പുകാരനല്ലാത്തവൻ പരസ്യമായിട്ട് ഭക്ഷണം കഴിക്കരുത്. ആ മര്യാദ പോലും പാലിക്കാത്തൊരു ചങ്ങാതിയെ വലിയുല്ലാഹി എന്ന് എഴുതിയാലേ സുന്നി പണ്ഡിതന്മാർക്ക് പോക്കറ്റ് നിറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ അത്തരമൊരു കർമ്മം ചെയ്തത്. മനസ്സിലായോ? ഇത് സത്യം. ഈ സത്യം നമ്മൾ ഉറക്കെ പറയണം, മൂടി വെക്കേണ്ട ഒരു കാര്യമില്ല. മാത്രമല്ല, ലോകത്താർക്കെങ്കിലും ധൈര്യസമേതം ദീനിന്റെ കാര്യം പറയാൻ അവകാശമുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രം. പിന്നെ നമ്മൾ മറ്റാരേക്കാൾ പേടിച്ചാലോ? ഏത് പ്രമാണങ്ങളിലില്ല, ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല, സുന്നത്ത് കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല എന്നറിയുന്നവർ വരെ ഉറക്കെ പറയുന്നു. അവർക്ക് സെൻട്രൽ അവകാശം കിട്ടുന്നു, അവർക്ക് പോലീസ് സംരക്ഷണം കിട്ടുന്നു, എല്ലാവിധ സംവിധാനവും കിട്ടുന്നു. എന്നാൽ നാം പറയുന്നത് സത്യമാണ് എന്ന ബോധ്യമുള്ള നമുക്ക് മാത്രം വോയിസ് കുറഞ്ഞു പോവുക. മനസ്സിലായോ? ആരുടെ മുമ്പിലും പ്രമാണം ഉദ്ധരിച്ച് തെളിയിച്ചാൽ നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കും ലോകത്തെ മുഴുകോടി ജനങ്ങളും. അത്ര വലിയ സിമന്റഡ് പ്രൂഫ് നമ്മുടെ കൈവശമുണ്ട്. ഏത് മതവിഭാഗക്കാരന്റെ മുമ്പിലും സംവാദം നടത്താൻ ധൈര്യസമേതം എഴുന്നേറ്റിക്കാൻ കഴിയുന്ന ഒരേ ഒരു വിഭാഗം നമ്മളെ ഉള്ളൂ. ഉള്ളാളം ദർഗയിൽ പൂജ നടത്തുന്ന പ്രസിഡന്റിന് നാളെ വന്നിട്ട് ക്ഷേത്രത്തിലെ പൂജാരിയോട് പറയാൻ പറ്റുമോ നീ അള്ളാഹനെ ആരാധിക്കണം? അപ്പൊ അയാൾ ചോദിക്കില്ലേ ഈ വിഗ്രഹത്തെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ? അയാൾ ചോദിക്കില്ലേ കിടത്തി വെച്ച വിഗ്രഹത്തെ ആരാധിക്കുന്ന നിനക്ക് ഉയർത്തി വെക്കത്ത വിഗ്രഹത്തെ ആരാധിക്കാൻ പാടില്ലെന്ന് പറയാൻ എന്താണ് അവകാശം എന്ന് ചോദിച്ചാൽ ഇയാൾ എന്ത് പറയും? എനിക്കും നിങ്ങൾക്കും പറയാം. നമ്മളോട് എന്ത് ചോദിക്കാനുണ്ട്? ആളുകൾക്ക് നമ്മളോട് എന്ത് ചോദിക്കാനുണ്ട്? ഏത് ദർഗയുടെ മുമ്പിൽ നിലവിളക്ക് വെക്കൽ ഇസ്ലാമിന് അനുയോജ്യമല്ല എന്ന് പ്രസംഗിക്കാൻ നമുക്കല്ലാതെ ആർക്ക് സാധിക്കും? ഉള്ളാളത്തോ ഏർവാടിയിലോ നാഗൂറിലോ അജ്മീറിലോ CM മക്കാമിലോ കുത്തനെ നിൽക്കുന്ന നിലവിളക്ക് വെക്കുന്നവർക്ക് ഹൈന്ദവരോട് നിലവിളക്ക് കത്തിക്കൽ ഞങ്ങളുടെ വിശ്വാസത്തിന് എന്ന് പറയാൻ സാധിക്കുമോ? അത്ഭുത സിദ്ധികൾ വിറ്റ് കാശുണ്ടാക്കുന്ന പുരോഹിതന്മാർക്ക്, അത്ഭുത സിദ്ധികൾ വിറ്റ് കാശുണ്ടാക്കുന്ന അമ്മമാരോടും ദേവിമാരോടും ഇത് തെറ്റാണെന്ന് പറയാൻ അവകാശമുണ്ടോ? അതിനവകാശമുള്ളവർ ലോകത്തൊരേ ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമാണ്. പിന്നെ എന്തിനാ നമ്മുടെ തല കുനിയുന്നത്? പിന്നെ എന്തിനാ നമ്മൾ ബേജാറാകുന്നത്? പിന്നെ എന്തിനാ ആളുകളോട് നമ്മൾ ആദർശം പറയാതെ തിരിഞ്ഞു പോകുന്നത്? എന്താ നമ്മുടെ പ്രശ്നം? നമ്മുടെ പ്രശ്നം ഇസ്സത്തിന്റെ പ്രശ്നമാണ്. തല ഉയർത്തി നിൽക്കാൻ കെൽപ്പില്ലാതെ പോകുന്നവൻ കൃത്യമായൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കളിൽ അസ്ഹാബുൽ കഹ്ഫ് പ്രത്യേകമായി നോട്ട് ചെയ്ത് പിടിക്കേണ്ടതാണ്. അവർ രക്ഷപ്പെട്ടു രാജാവിന്റെ സന്നിധിയിൽ, അല്ലേ? രാജാവിന്റെ സന്നിധിയിൽ ഇതൊക്കെ പ്രഖ്യാപിച്ച് അവർ രക്ഷപ്പെട്ടു. എന്നിട്ടൊരു ഗുഹയിൽ അവർ അഭയം പ്രാപിച്ചു, അല്ലെ? ഒരു ഗുഹാമുഖത്ത്. ആ ഗുഹയിൽ അവർ കയറിയിരുന്നു. അവിടെ വെച്ച് അല്ലാഹു അവരെ ഗാഢ